വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ചു തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിന്റെ വയലും വീടും. ഓർമ്മിക്കുക, തിരുസഭ ഇന്ന് വിശുദ്ധ റെയ്മൻ നൊണ്ണാത്തൂസിന്റെ ഓർമ്മദിനം ആഘോഷിക്കുന്നു. ആരും കൂടുതൽ അറിയപ്പെടാത്തൊരു വിശുദ്ധൻ. സ്പെയിനിലെ കത്തലോണായിലെ പോർത്തല്ലയിൽ ജനിച്ചു. ജന്മം നൽകുന്നതിന് മുൻപ് തന്നെ അമ്മ മരിച്ചു. സ്വാഭാവിക ജനനമല്ലാത്തതിനാൽ റെയ്മണ്ടിന് നൊണ്ണാത്തൂസ് എന്ന പേര് കൂടി ലഭിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബം കുലീനമായിരുന്നെങ്കിലും വലിയ സാമ്പത്തികമില്ലായിരുന്നു. ഭക്തകാര്യങ്ങളിലും കൃത്യനിർവഹണത്തിലും ബാല്യത്തിൽ തന്നെ വലിയ തൽപരനായിരുന്നു. പ്രായപൂർത്തി വന്നപ്പോൾ അടിമകളുടെ മോചനത്തിനുള്ള കാരുണ്യ മാതാവിന്റെ സഭയിൽ അംഗമായി ചേർന്നു. സഭാസ്ഥാപകനായ വിശുദ്ധ പീറ്റർ നോളെസ്കോ തന്നെയാണ് റെയ്മണ്ടിന്റെ വ്രതം സ്വീകരിച്ചത്. അവന്റെ എളിമയും തീക്ഷ്ണതയും ഇതര സഭാംഗങ്ങളുടെ പ്രശംസയ്ക്ക് പാത്രീഭൂതനായി. അധികം വൈകാതെ റെയ്മണ്ടിനെ ആൾജിയേഴ്സിലേക്ക് അടിമകളുടെ സ്വാതന്ത്ര്യത്തിനായി അയച്ചു. കൈവശമുണ്ടായിരുന്ന പണം കൊണ്ട് കഴിയുന്നത്ര പേരെ സ്വതന്ത്രരാക്കിയ ശേഷം സ്വയം അടിമയായി തീർന്നുകൊണ്ട് കുറെ പേരെ കൂടി സ്വതന്ത്രരാക്കി. അക്കാലത്ത് മുസ്ലിങ്ങളെ മാനസാന്തരപ്പെടുത്തി എന്ന കാരണത്തെ പ്രതി 2 പ്രാവശ്യം അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം മറ്റുള്ളവരെ മോചിപ്പിച്ചതിന്റെ ജാമ്യത്തുക നൽകുവാനുള്ളതുകൊണ്ട് അവർ വധിച്ചില്ല. മിഷണറി പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതായി. എങ്കിലും അദ്ദേഹം മതപ്രചാര വേലകൾ നിർത്തിയില്ല. ഗവർണർ അദ്ദേഹത്തെ എല്ലാ കവലകളിലും കൊണ്ടുപോയി പ്രഹരിക്കുകയും അധരങ്ങൾ തുളച്ച് താഴിട്ടു കൂട്ടുകയും ചെയ്തു. താക്കോൽ ഗവർണർ കൈവശം സൂക്ഷിക്കുകയും ചെയ്തു. കഷ്ടിച്ചുള്ള ഭക്ഷണം മാത്രം നൽകിപ്പോന്നു. 8 മാസം ഇങ്ങനെ ഇരുൾമുറിയിൽ കിടന്നു. അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിനായി പീറ്റർ നൊളെസ്കോ ഒരു വൈദികനെ അയച്ചു. അദ്ദേഹത്തെ മോചിപ്പിച്ച് സ്വദേശത്തേക്ക് മടങ്ങി. അവിടെ എത്തിയ ഉടനെ ഗ്രിഗറി 9 മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തി. സ്ഥാനമാറ്റം അദ്ദേഹത്തിന്റെ എളിയ പ്രവൃത്തിയിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല. മാർപ്പാപ്പയെ സഹായിക്കുന്നതിനായി അദ്ദേഹത്തെ റോമിലേക്ക് വിളിച്ചു. എന്നാൽ അദ്ദേഹം അവിടെ എത്തിയപ്പോഴേക്കും രോഗം പിടിപെട്ടു. 1740 ഓഗസ്റ്റ് 31-ാം തീയതി 36-ാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1657 അലക്സാണ്ടർ 7-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തി. മിച്ചം സമ്പത്തിൽ നിന്നുപോലും ദാനധർമ്മം കൊടുക്കുവാൻ മടിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ റെയ്മണ്ടിന്റെ ത്യാഗവും ധർമ്മശീലവും ദൈവഭക്തിയും എല്ലാവർക്കും മാതൃകയും പ്രചോദനവുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
മഹോ